എസ് കോതമംഗലത്ത് 23-കാരി സോന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ, ദേഹോദ്രോപം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. റമീസ് സോനയെ മർദ്ദിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇരുവരും തമ്മിൽ വാട്സപ്പ് ചാറ്റിൽ നിന്നാണ് തെളിവുകൾ ലഭിച്ചത്. റമീസിന്റെ വീട്ടുകാരെയും ഉടൻ പ്രതി ചേർക്കും. റമീസ് മുൻപ് ലഹരി കേസുകളിൽ പ്രതിയായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. നിഷ ദിലീപ് കോതമംഗലത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും വീണ്ടും ചേരുകയാണ്. നിഷ, ഇയാൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഇയാൾ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വിൽപ്പന കേസുകളിലും മറ്റും പ്രതിയായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ വിഷയം ടേക്കപ്പ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ മറ്റു പല കേസുകൾ പോലെ ഇതും അങ്ങ് മുങ്ങിപ്പോവായിരുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കേണ്ടത്. ഗൗതം, ജനൻ TV ഇന്നലെ ഈ വാർത്ത നൽകിയതിനു പിന്നാലെയാണ് റമീസിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്നിപ്പോഴാണ് റമീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ നിമിഷം വരെ നമ്മൾ നേരത്തെ ബേസിലിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ബേസിലിനെയോ സോനയുടെ അമ്മയെയോ ഇതുവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടില്ല. പകരം വിളിപ്പിച്ചിരിക്കുന്നത്, റമീസ് കസ്റ്റഡിയിലുണ്ട്, പകരം മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ മൊഴി നൽകിയിട്ട് പോയ സോനയുടെ കൂട്ടുകാരി ജോൺസിയാണ് കൃത്യമായുള്ള മൊഴികൾ പോലീസിന് നൽകിയത്. ഇപ്പോൾ ബേസിൽ സംശയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സോനയുടെ കുടുംബം സംശയിക്കുന്ന പോലെ രമീസിന് അനുകൂലമായി ഏതെങ്കിലും രീതിയിൽ ജോൺസിയെ കൊണ്ട് മൊഴി പറയിപ്പിക്കാനാണോ എന്ന് പോലും ഈ കുടുംബത്തിന് സംശയമുണ്ട്. സോനയുടെ അമ്മ ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ സോന മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ നിർബന്ധിച്ച് മതം മാറാനായി അവർ പറഞ്ഞു. ഈ റമീസിൻ്റെ മാതാപിതാക്കളടക്കം ഇക്കാര്യത്തിൽ റമീസിന് സപ്പോർട്ടായിരുന്നോ? സപ്പോർട്ടായിരുന്നു. അവരുടെ ബന്ധുക്കളും, ഉമ്മാടെ ബന്ധുക്കളും, വാപ്പാടെ ബന്ധുക്കളും, അവൻ്റെ കൂട്ടുകാരും എല്ലാം സപ്പോർട്ടായിരുന്നു. എൻ്റെ മോളെ ഇങ്ങനെ അവർ നിരന്തരം ഫോണിൽ കൂടെ ഇത് തന്നെയായിരുന്നു അവരുടെ സംസാരം. വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ മതം മാറാൻ അവൾക്ക് കുഴപ്പമില്ലായിരുന്നു മേഡം. ഇതിന് പോയി പ്രവർത്തിക്ക് പോയത് കൊണ്ടാണ് അവൾ മതം മാറില്ല, രജിസ്റ്റർ ചെയ്യാമെന്ന് പറയുന്നത്. എന്നിട്ടും അവൾ രജിസ്റ്റർ ചെയ്യാമെന്ന് പറയണു. എന്നിട്ടും മതം മാറണം, എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ മോളങ്ങോട്ട് നിങ്ങളെ അറിയിക്കാതെ മതം മാറണം. അപ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ തെറ്റ് ഞങ്ങൾ അറിഞ്ഞു എന്ന് അവന് മനസ്സിലായി. അതും ഒരു കാരണമുണ്ട്. അതെന്നാ വെച്ച് കഴിഞ്ഞാൽ മോള് എന്നോട് പറഞ്ഞു എന്ന്, മോള് പറഞ്ഞതിൻ്റെ കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇവള് വൈകിട്ട് അവൾ അറിഞ്ഞത് എന്നോട് പറഞ്ഞു എന്നുള്ളത് അവളുടെ ഉമ്മയോട് ഇവള് പറഞ്ഞു. അപ്പോൾ ഇവനൊരു വിഷമാണല്ലോ. അപ്പോൾ ഇവൾ ഇനി കിട്ടുമില്ല, ഇവൾ വരാതിരിക്കും, എന്തൊക്കെയോ അവരുടെ ഉള്ളിൽ മതം മാറുന്നതിന് അവർക്ക് എന്തൊക്കെയോ ഇതുണ്ടെന്ന് നമുക്ക് തോന്നണു. ഒരാളെ മതം മാറ്റിയാലേ അതായിരിക്കും. അല്ലെങ്കിൽ ഇത്രമാത്രം ഒരാളെ പ്രഷർ ചെയ്യേണ്ട കാര്യം അവർക്കില്ലല്ലോ, ഒരാളെ മതം മാറ്റേണ്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മോള് മരിച്ചത്. അവൾ പറഞ്ഞത് ജീവിച്ചിരുന്ന് അവനെ മറക്കാൻ പറ്റില്ല എന്നിങ്ങനെ 2 ദിവസം മുന്നേ പറഞ്ഞു. അപ്പം ഞാൻ കാര്യമൊക്കെ എടുത്തില്ല. ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞു മോനെ അമ്മയുണ്ടല്ലോ, അവന് സ്നേഹമില്ലാന്ന് തന്നെ പറഞ്ഞു. അവൾക്ക് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് അങ്ങ് മനസ്സിലായി ഇവനൊരു രീതിക്കും അടുക്കണില്ല. എൻ്റെ ഫോണിൽ വിളിച്ചിട്ടാണ് അവരന്ന് സംസാരിച്ചത്. ഇവൻ്റെ ഫോണിൽ ഇവള് വിളിച്ചെടുക്കില്ല. ഇത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ വിളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവൻ എൻ്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്യണം, മതം മാറുകയും വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ഫോൺ കോൾ എടുത്തിട്ട് അവൾ പറഞ്ഞു അമ്മയൊന്ന് സംസാരിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ റമീസ് ഇത് ശരിയാവില്ല, എൻ്റെ മോള് കന്നുകാലിയൊന്നുമല്ല നിനക്കിങ്ങനെ തട്ടിക്കളിക്കാൻ. അവൾ പരമാവധി താഴുണ്ട് സ്നേഹവും കൊണ്ട്. അപ്പം ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കോൾ കട്ട് ചെയ്തു. കഴിഞ്ഞ വ്യാഴാഴ്ച. അതായത് സോന സ്നേഹിച്ചത് റമീസിനെ, പക്ഷെ അവർക്ക് ഈ മതം മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ലേ? അതാണ് അവരുടെ ഉദ്ദേശം. അവരതിനു വേണ്ടിയാണ് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ, വേറെ ഒരു ഉദ്ദേശം അവർക്കില്ല. ഗൗതം, അത് തന്നെയാണ് ശരിക്കും ഈ സോന എന്ന് പറയുന്ന കോതമംഗലംകാരിയായ 23 വയസ്സുള്ള പെൺകുട്ടി, നമുക്ക് നിസ്സംശയം പറയാം ഒരു ലവ് ജിഹാദിൻ്റെ ഇര തന്നെയാണ്. കൂടെ പഠിച്ച ഒരു യുവാവിനെ പ്രണയിച്ചു എന്നുള്ളൊരു തെറ്റു മാത്രമേ സോന ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഇവർക്ക് നിർബന്ധിതമായി 23-കാരിയെ മതം മാറ്റണം. ഇപ്പം സോനയുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്നാൽ എന്തൊക്കെയോ പ്രത്യേക കാര്യങ്ങളുണ്ട്. അതുമാത്രമാണ് ഇവർക്ക് അറിയാവുന്നവർ. സാധാരണക്കാരാണ്, കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരമ്മയും ഒരാങ്ങളെയും ഒക്കെയാണ് സോനയ്ക്കുള്ളത്. സോനയുടെ പിതാവ് 3 മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. ആ സമയത്ത് തന്നെ സോന എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോനയുടെ വീട്ടിൽ നിന്നും തത്സമയം റിപ്പോർട്ടുകൾ നൽകിയത് നിഷ ദിലീപ്. ഒപ്പം ഈ വളരെ ഗൗരവമുള്ള വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ച മറ്റ് അതിഥികൾക്കും നന്ദി.